2 പ്രോജക്റ്റുകൾ പൈലറ്റ് പ്രോജക്റ്റായി ഓൺ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. അതോടൊപ്പം ഇറിഗേഷൻ വക സ്ഥലം ഞാൻ സൂചിപ്പിച്ചു സാർ, ഒരു സെക്കൻഡ്. കായിക രംഗത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഉതകുന്ന വിധത്തിൽ കളിസ്ഥല നിർമ്മാണത്തിന് വേണ്ടി കൊടുക്കാൻ ഏത് പഞ്ചായത്ത് കമ്മിറ്റിയാകട്ടെ, ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ പറഞ്ഞാൽ അന്യാധീനപ്പെട്ട് കിടക്കുന്ന സ്ഥലത്ത് കയറി കുറെ കളികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് റെഗുലറൈസ് ചെയ്യാം, അത് ഉത്തരവാദപ്പെട്ടവരെ ഏൽപ്പിക്കാം. നല്ല നിലയിൽ നിൽക്കട്ടെ. ലഹരിക്കെതിരെ ഇന്നലെ നടന്ന മീറ്റിംഗ് ഞാൻ ശ്രദ്ധിച്ചു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗത്തിൽ യുവാക്കളെ എൻജോയ് ചെയ്യുക, അവരെ സംരക്ഷിക്കാൻ കായിക മേഖലയ്ക്ക് ഒരു ഉണർവുണ്ടാക്കുക. ഇറിഗേഷന്റെ സ്ഥലം ഇപ്പോൾ ഇറിഗേഷൻ ആവശ്യമില്ല എന്ന് കാണുന്ന സ്ഥലത്ത് അത്തരം സാധ്യതകൾ ഒരുക്കുന്നതിന് വേണ്ടി കൂടി വിട്ടുകൊടുക്കാൻ തയ്യാറാകുകയാണ്. അതുകൊണ്ട് ജനദ്രോഹപരമായ നടപടികളില്ല. ഏത് രംഗത്തും നമുക്ക് ഒരുമിച്ച് നീങ്ങാം. ഈ വിഷയത്തെക്കുറിച്ച് ഇന്നീ ഒരു ചർച്ച ഉണ്ടാകാതിരിക്കട്ടെ, ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കട്ടെ. 26/12/24 ഉത്തരവാണ് ഇതിന്റെ തടസ്സമെങ്കിൽ ആ ഉത്തരവ് അല്ല ഇനി വരുന്നത്. ജനങ്ങൾക്ക് അതിലൂടെ ആശങ്കകളും അതിന്റെ വ്യാഖ്യാനവും സദുദ്ദേശത്തോടെയാണ് കൊണ്ടുവന്നതെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഗവൺമെന്റ് ആ കാര്യത്തിൽ മാറ്റം വരുത്തുന്നു. ഉചിതമായ തീരുമാനം കൂടിയാലോചിച്ച് ജനങ്ങൾക്ക് ദ്രോഹമില്ലാത്തതും ബുദ്ധിമുട്ടില്ലാത്തതും വിധത്തിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കാനും ഡാമുകളെ സംരക്ഷിക്കാനും ഉതകുന്ന വിധത്തിൽ നമുക്ക് രൂപപ്പെടുത്താം. അതുകൊണ്ട് ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്നാണ് ഗവൺമെന്റ് അഭിപ്രായം. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. യെസ് സാറേ, ഇത് വളരെ ഗുരുതരമായ വിഷയമാണ്. മന്ത്രി ഇത് മോഡിഫൈ ചെയ്യുന്നതാണ് പറയുന്നത്. ബാക്കിയെല്ലാം സംസാരിച്ചതൊക്കെ ബാക്കിയുള്ള പട്ടയ പ്രശ്നങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് വളരെ ഗൗരവതരമായ വിഷയമാണ്. കാരണം കേരളത്തിൽ ഈ ഡാമുകളെല്ലാം നിലവിൽ വന്നിട്ട് എത്ര വർഷങ്ങളായി? അർത്ഥം 26/12/24 ഉത്തരവ് തന്നെ ഇല്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ്. മതിയായ ആലോചനകളോടുകൂടി ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ അക്കാര്യത്തിൽ തീരുമാനമെടുക്കാം. അതിന്റെ കാരണം നാളിതുവരെ കേരളത്തിൽ ഈ പറയപ്പെടുന്ന ഏരിയയിൽ ഒരു നിർമ്മിതിക്കുള്ള അപേക്ഷ പോലും ഇല്ല. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രദേശത്തെ MLA-മാരായിട്ടും കൂടി വേണമെങ്കിൽ കൂടി ആലോചിച്ച് നമുക്ക് കോമൺ ഒരു സംരക്ഷണം ആവശ്യമുള്ള മേഖല നിർത്താം. അതുകൊണ്ട് 26/12 ഉത്തരവ് നിലനിൽക്കുമെന്ന് അർത്ഥം ഉണ്ടാകേണ്ട കാര്യമില്ല. പ്രശ്നം പതിറ്റാണ്ടുകളായി കേരളത്തിൽ ഈ ഡാമുകൾ നിലവിൽ വന്നിട്ട് എത്രയോ വർഷങ്ങളായി ഇതുവരെ ഇല്ലാത്തൊരു റെസ്ട്രിക്ഷനാണ് ഇപ്പോൾ ഈ 26/12 ഉത്തരവിലൂടെ 24 ഉത്തരവിലൂടെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഓൾറെഡി നമ്മുടെ ഡാമുകളെല്ലാം വൃഷ്ടി പ്രദേശം മുഴുവൻ ജണ്ട കെട്ടി തിരിച്ചിട്ടുണ്ട്. നമ്മൾ ഇടുക്കിയിലെ ഈ